ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ ഐക്കൂടെ ഒരു ഫോൺ തന്നെ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കൂടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും വിലയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലാണ് ഈ ഫോണുകളുടെ വില കണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഐക്യൂടെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനും 5G സപ്പോർട്ട് ഉണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 15 വാട്ട് ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9X 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇപ്പം Z9 ലൈറ്റിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ ഇതാണ്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്, പഞ്ച്വൽ ഡിസൈൻ കിട്ടുന്നുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും എടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും പിന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ബേസൈം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 16 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഐക്യൂടെ ഭാഗത്ത് നിന്ന് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഐക്യു Z7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കേർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7200 എന്ന പ്രോസസ്സർ തന്നെയാണ് ഇതിൽ വരുന്നത്. 64+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4600 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കുറച്ച് പഴയ ഫോണാണ്. പക്ഷെ നിങ്ങൾക്ക് പഴയ ഫോണൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ പുതിയൊരു ഫോണുകളുടെ കാര്യത്തിൽ ഐക്യു Z9S എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷെ അതിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. പേര് കേട്ട് കൺഫ്യൂഷൻ ആവണ്ട. Z7 Proയിൽ വരുന്ന MediaTek Dimensity 7200 എന്ന പ്രോസസ്സറിന്റെ താഴെ വരുന്ന പ്രോസസ്സർ മാത്രമാണ് ഇത്. പിന്നെ 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 5500 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടേ വരുന്നുള്ളൂ. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9S Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Neo 9 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5160 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 46,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു 12 എന്നുള്ള കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 50+64+50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 16 മെഗാ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 46,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇപ്പം 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു 13 എന്നുള്ള സ്മാർട്ട് ഫോൺ തന്നെ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 2K റെസൊല്യൂഷനിൽ വരുന്ന 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ഒക്കെ ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്.
50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 120 വാട്ടിന് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് iQOOടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പം കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാനേതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.